സന്തോഷവും അഭിമാനമുള്ള ഒരു ദിവസമാണിത്. കാരണം ലോകത്തിന് തന്നെ മാതൃകയായ സേവനത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ മരിയ സ്ഥാനത്ത് വരുന്നതിനും ഇവിടെ ഇന്ന് അമിത ഐ ഹോസ്പിറ്റലിന് നേതൃത്വം നടത്തുന്ന ഐ ക്യാമ്പിന് നേതൃത്വം നൽകാൻ സാധിച്ചിട്ടുള്ള സന്തോഷത്തെ എല്ലാവർക്കും ആദ്യമായി അറിയിക്കുകയാണ്. നമ്മുടെ ലോകത്തിൽ തന്നെ ഇത്രയും നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സേവന രംഗത്ത് നമ്മുടെ ലോകത്തിൽ മുഴുവൻ മാതൃകാപരമായ ഒരു നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് വരുന്നതിനും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒത്ത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നമുക്ക് ക്യാമ്പ് ഉടനെ നടത്തേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എത്തിക്കുന്നില്ല. തീർച്ചയായും ഇന്ന് നമ്മുടെ ഈ സമ്മേളനത്തെ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ടോമി ചെറിയ സാർ, അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രോജക്റ്റുകൾ ദിവസം മുഴുവൻ ഇതിനു വേണ്ടി മാറ്റിവെച്ച് സേവന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. സോൺ ചെയർപേഴ്സൺ നേതൃത്വത്തെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. അതുപോലെ സന്തോഷപൂർവ്വം സന്നിധനാൻ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യം യാഥാർത്ഥ്യമായി ഇപ്പോഴും ഞങ്ങളൊക്കെ കൂടുമ്പോൾ പറയും, ഞാനില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കണം കേട്ടോ എന്നെപ്പോഴും തമാശ രൂപേണ പറയും. അപ്പം ഞങ്ങളെപ്പോഴും പറയും, സന്തോഷമില്ലാതെ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നൊക്കെ തമാശ രൂപേണ പറയുമ്പോൾ ഇന്നലെ വിളിച്ച് എന്നോട് പറഞ്ഞു, അങ്ങനെ തമാശ രൂപേണ പറഞ്ഞതൊന്നുമല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ശനിയാഴ്ച ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്, ഇവിടെ എത്തണം. ഒത്തിരി അഭിമാനവും സന്തോഷമേ ഉള്ളൂ ഇവിടെ എത്തുന്ന കാര്യം. ലയൺസ് ക്ലബ് ഓഫ് പാല സെൻട്രലിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിലേറെ സന്തോഷമുള്ളത് വി സെർവ് എന്നുള്ള ഒരു മോട്ടോ ആണ് ലയൺസിനുള്ളത് എന്നുള്ള തിരിച്ചറിവിലാണ് അവരത് ചെയ്യുന്നതുകൊണ്ട്. ഇന്നിപ്പോൾ പാലയെ സംബന്ധിച്ചിടത്തോളം വി സെർവ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മരിയ സദനം. ആ മരിയ സദനവും ആയിട്ട് കൂടി ചേർന്നാണ് ഒരു ഇന്റർനാഷണൽ പ്രസ്ഥാനം വി സെർവ് എന്നുള്ള മോട്ടോയോട് കൂടി. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് പാലാ സെൻട്രൽ ലയൺസ് ക്ലബ്ബ് ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി ഇന്നത്തെ ഇവിടുത്തെ ഏതാണ്ട് 500ഓളം പേരുടെ കണ്ണ് പരിശോധിച്ച് അവർക്ക് ആവശ്യമായ കണ്ണടകൾ സൗജന്യമായി കൊടുത്തുകൊണ്ട് തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർക്ക് മുഴുവൻ സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ് പാലാ സെൻട്രൽ ലയൺസ് ക്ലബ്ബ്. തീർച്ചയായും ഡോക്ടർ ജോസ്, എന്റെ പ്രിയ സുഹൃത്തായ ഡോക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള ആ പാലാ സെൻട്രൽ ലയൺസ് ക്ലബ്ബിന് ഒട്ടേറെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതിനെ പറ്റി ഞാൻ നമ്മുടെ ഡോക്ടർ ജോസുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും ശരിയാക്കാൻ ഞങ്ങൾക്ക് ഒരു ബോർഡ് മീറ്റിംഗ് കൂടാൻ സമയം കിട്ടുമോ, തീരുമാനമെടുക്കാൻ സാധിക്കുമോ എന്ന് അറിയത്തില്ല. ഇല്ലെങ്കിലും ഞാൻ എന്റെ സ്വന്തം ചെലവിൽ പരിപാടി നടത്തിയിരിക്കും, ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്തിരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു പ്രസിഡന്റാണ് പാലാ സെൻട്രൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ്. അതുപോലെ തന്നെ നമുക്കറിയാം, പാലാ നഗരസഭയുടെ പിതാവ് ദിനു പുളിക്കക്കണ്ടം. ഞങ്ങളുടെ ഒട്ടേറെ പരിപാടികളിൽ ഇവിടുത്തെ ചെയർപേഴ്സണായി ചാർജ് എടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ പാലാ അൽഫോൻസാ കോളേജിൽ നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ലയൺസിന്റെ ഈ വർഷത്തെ ചെയർമാനായിട്ടുള്ള തുടക്കം. അന്ന് മുതൽ തുടർച്ചയായി മിക്കവാറും പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് പാലാ നഗരസഭയുടെ പിതാവ് നമ്മളോടൊപ്പം ഉള്ളത്. തീർച്ചയായും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻതൂക്കം കൊടുക്കുന്ന ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന് ഓർക്കുമ്പോൾ ലയൺസ് ക്ലബിനും ഒരു പ്രത്യേക നന്ദി. ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തതിന്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും അടുത്ത എല്ലാ പരിപാടിക്കും തന്നെ പാട്ടായാലും എനിക്ക് സാധിക്കുന്നു. അതിനെല്ലാത്തിനും ഇൻവൈറ്റ് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക് യു. എനിക്ക് ഒരു കാര്യം നമ്മൾ പറയേണ്ടത്, എനിക്ക് സിബിയങ്ങളോടൊരു പ്രത്യേക നന്ദി പറയാനുണ്ട്. സിബിയങ്ങൾ ഒരു ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് 40 പേരോടൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പം എന്നോട് വീടിനടുത്ത് ഞങ്ങളുടെ വാർഡിലുള്ള ഒരാൾക്ക് അവർക്ക് കണ്ണ് കാഴ്ചശക്തി ഇല്ല, അവർക്കാണെങ്കിൽ ഡയാലിസിസ് ചെയ്യാൻ പോയി ഹോസ്പിറ്റൽ വരെ ചെയ്യാനും സാധിക്കില്ല. അത്രയും മോശം ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പം സിബിയങ്ങളെ വിളിച്ചപ്പോഴത്തേക്കും
ഈ കിറ്റൊക്കെ കൊടുത്ത വേണ്ടുള്ള അപേക്ഷകളെല്ലാം ഫില്ലായി പോയിരുന്നു പറഞ്ഞായിരുന്നു. അപ്പം സിബിഐകളുടെ പേരതിനകത്തുള്ളതുകൊണ്ട് ഞാൻ സിബിഐകളിനെ വിളിച്ചായിരുന്നു. സിബിഐകൾ പറഞ്ഞാൽ അത്രയും ജെന്യൂൻ കേസാണോ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞ് ഒരു സെക്കൻഡിലില്ല അതിനുള്ളത് അപ്പം തന്നെ അതെനിക്ക് ശരിയാക്കി തന്നു. ഒത്തിരി ഒത്തിരി താങ്ക് യു ഉണ്ട്. അത് എനിക്ക് ഞാൻ ഭയങ്കര ടച്ചായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അത് ചെയ്യാൻ മനസ്സുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. താങ്ക് യു സിബിഐ. ഇന്നിവിടെ ഒത്തിരി ധാരാളം പ്രോജക്റ്റുകളാണ് ഇന്റർനാഷണലുള്ള. അതിൽ മെയിൻ ആയിട്ടുള്ള 8 പ്രോജക്റ്റിൽപ്പെട്ട ഒരു പ്രോജക്റ്റാണ് മിഷൻ. മറ്റ് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട എൻവയൺമെന്റ്, യൂത്ത് എംപവർമെന്റ്, ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, ഹങ്കർ റിലീഫ്, ചൈൽഡ്ഹുഡ് ക്യാൻസർ, നിത്യശൈലി രോഗങ്ങൾ, ഡയബറ്റീസ്, ഡിസാസ്റ്റർ റിലീഫ്, മറ്റ് ഭവന സഹായങ്ങൾ, അങ്ങനെ വളരെ വളരെ ധാരാളം പദ്ധതികൾ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി സംഘടനയിൽപ്പെട്ട ലയൺസ് ക്ലബ്ബ് അതിൻ്റെ ഒരു ഭാഗം. ഈ റെറ്റിനോപ്പതി ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മരുന്നൊക്കെ കണ്ണിലൊഴിച്ചിരുന്നപ്പം എൻ്റെ മോള് പറഞ്ഞു, അമ്മയെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാണാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പോഴാണ് ഈ ഭീകരതയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. ഈ തിരക്കിട്ട ലോകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഓടി നടക്കുമ്പോൾ നമുക്ക് കാഴ്ചയില്ലാത്ത അവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ സൗജന്യ തീവ്ര ശസ്ത്രക്രിയാ ക്യാമ്പും സൗജന്യ കണ്ണട വിതരണവുമായി ലയൺസ് ക്ലബ് പാല ഇവിടേക്ക് കടന്നു വരുമ്പോൾ തികച്ചും അഭിനന്ദനാർഹമാണ് അവരുടെ ഈ സേവനങ്ങൾ. ഈ ഒരു കാര്യം മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലയൺസ് ക്ലബ് ചെയ്യുന്നതിനെപ്പറ്റി നമ്മൾ പത്രത്തിലൂടെയൊക്കെ അറിയാറുണ്ട്, കാണാറുണ്ട്. ഈവൻ മരീശാദത്തിൽ പോലെ നമുക്കത് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. കൂടാതെ ശ്രീ സി മാത്യു നമ്മളോട് പറഞ്ഞു അവർ ചെയ്യുന്ന സേവനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അവർ ചെയ്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എല്ലാവിധ ആശംസകളും ഈ ഒരു സേവനവുമായി മരീശാദത്തിലേക്ക് കടന്നു വന്നതിനും ഈ കണ്ണട വിതരണം ബിയ പറഞ്ഞ പോലെ അത് എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ല. ക്യാമ്പ് പലയിടത്തും നടക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ണട വിതരണം അങ്ങനെ കേൾക്കാറുണ്ട്. പിന്നെ ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന അമിത ഐക്യയുടെ ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ്, അവർക്ക് ഒരുപാട് സ്നേഹത്തോടെ അവരെ ഓർക്കുന്നു, നന്ദി പറയുന്നു.